എല്ലായിടത്തും ഭയങ്കര മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കഥ പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറെ ആരെയും പറ്റിയല്ല, എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരാളെ പറ്റിയാണ്. അപ്പം മഴയൊക്കെ കണ്ട് ഈ കഥയൊക്കെ അങ്ങ് കേട്ടിരിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ കഥയിലെ താരം. ബൈ ദ വൈ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മിയ, എൻ്റെ വീട്ടിലെ പെറ്റ് ഡോഗാണ് കേട്ടോ. അവളെ ഞങ്ങൾ ആദ്യം കാണുന്നത് ഈ വീഡിയോയിലൂടെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നും ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഇവളെ വഴിയിൽ വെച്ച് കാണുമായിരുന്നു. എടപ്പള്ളിയിലായിരുന്നു കേട്ടോ സ്ഥലം. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്ത് തന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളും അത് റീഷെയർ ചെയ്തു ഇവളുടെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇറങ്ങിപ്പോകുന്നതാണോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. പിന്നെ ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഈ കഥ ഒരു 2.5 വർഷം പഴക്കമുണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവക്ക് ചെവിക്ക് പ്രോബ്ലം ഉണ്ട്, സ്കിന്നിന് പ്രോബ്ലം ഉണ്ട്. ഈ കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ വേറൊരു ഡോഗും ഉണ്ട്. ഇവർ തമ്മി ചേരൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന്. ആദ്യം കണ്ട ആളെ അല്ല കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ഇവളെ ചികിത്സിച്ച് കുറേയൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇയർ ഡ്രോപ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവളെ ഉപേക്ഷിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തിയൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അടുത്തൊരു നന്ദി പറയാനുണ്ട്. നിങ്ങൾ എന്താണേലും അവളെ ഉപേക്ഷിച്ചത് നന്നായി. കാരണം നിങ്ങൾ അവളെ ഡിസേർവ് ചെയ്യുന്നില്ല. ഇപ്പോൾ അവൾ ഞങ്ങളുടെ ഫാമിലിയിലൊരു മെമ്പറാണ് കേട്ടോ. അത് അവളുടെ അവസാന കാലം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.